നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ കമൻറ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ കമൻറ്റ് ഓഫ് ദി ഡേ വേൾഡ് കപ്പിന് മാത്രമായിട്ട് പുനരാരംഭിച്ചതാണ്. നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ സീരീസാണ്, മിക്ക സുഹൃത്തുക്കൾക്കും അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഒരു 6-7 കമൻറ്റുകളുണ്ട്. അപ്പം നമ്മളോടൊപ്പം ഷാഹുലുണ്ട്. അദ്ദേഹമാണ് കമൻറ്റുകൾ വായിക്കുന്നത്. ഞാനതിന് മറുപടി പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യ കമൻറ്റ് ഒന്ന് വായിക്കും. ആദ്യത്തെ കമൻറ്റ് ഇട്ടിരിക്കേണ്ടത് ആഷിഖ് എന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ബ്രസീലിൻ്റെ കളി കാണാൻ തുടങ്ങിയത് മുതൽ വേൾഡ് കപ്പിൽ വളരെ കാഷ്വലായിട്ടാണ് ബ്രസീൽ കളിക്കുന്നത് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഒരിക്കലും ഒരു അർജൻറ്റീന ടീം പോലെയോ അല്ലെങ്കിൽ ഫ്രാൻസ് ടീം പോലെയോ ടീം ആയിട്ട് വിന്നിങ് മെൻറ്റാലിറ്റി കളിക്കുന്നത് കണ്ടിട്ടില്ല. എന്തിനു പറയണം, നെതർലാൻഡ് പോലും ആ പോരാട്ട വീര്യം കാണിക്കാറുണ്ട്. വെറുതെ വാക്ക് തർക്കങ്ങൾക്ക് വേണ്ടി ബ്രസീൽ ജയിക്കും എന്ന് പറയാം. പക്ഷേ മൊറോക്കോക്ക് ശരിക്കും ഒരു ഈസി ടീം ഇത്തവണ ബ്രസീൽ. മൊറോക്കോക്ക് ശരിക്കും ഒരു ഈസി ടീമാണ് ഇത്തവണത്തെ ബ്രസീൽ എന്നാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞത്. 2 കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. ഒന്ന്, ബ്രസീൽ ഒരു തരത്തിലും അദ്ദേഹം കളി കാണാൻ തുടങ്ങിയത് മുതൽ വേൾഡ് കപ്പിൽ നല്ല രൂപത്തിൽ കളിച്ചിട്ടില്ല. കാഷ്വലായിട്ട് വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ലാതെയാണ് ബ്രസീൽ കളിക്കുന്നതെന്ന്. അത് ബ്രസീലിൻ്റെ കളി ഒരു 1994 മുതൽ ഞാൻ കാണുന്നുണ്ട്. അത് 94 അത്ര അങ്ങ് വലിയ ഓർമ്മ ഒന്നുമില്ല, ചെറിയ പ്രായമാണ്, വളരെ കുഞ്ഞാണ്. 98 മുതൽ എന്തായാലും വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല ബ്രസീലിൽ വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ലാതെയാണ് വേൾഡ് കപ്പിലൊക്കെ കളിക്കുന്നത് എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. ഓരോരുത്തർക്കും ഓരോ നിരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏതായാലും ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ മത്സരങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ 94 മുതൽ ഇങ്ങോട്ട് എടുത്ത എല്ലാ വേൾഡ് കപ്പിലും ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ഒരു ടീമും അങ്ങനെ നമുക്കങ്ങനെ എടുത്ത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലൊന്നും എത്തിയവരുണ്ടാവില്ല. തുടർച്ചയായിട്ട് ക്വാർട്ടർ ഫൈനൽ വരെ എങ്കിലും എത്തിയിട്ടുള്ള ടീം ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ വീണത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ വീണത്. അത് വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടും നിർഭാഗ്യങ്ങളുടേതാണ്. പിന്നെ 2018 ടീം തോൽക്കുന്നത് ബെൽജിയത്തോടാണ്. ആ കളി ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. എത്രത്തോളം വിന്നിങ് മെൻറ്റാലിറ്റിയിൽ ആ ഗോൾ വീണതിന് ശേഷം തിരിച്ചടിക്കാൻ വേണ്ടി ബ്രസീൽ പരിശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവസാന നിമിഷത്തെ നെയ്മറുടെ ഗോളെന്ന് ഉറപ്പിച്ചൊരു ഷോട്ടൊക്കെ ഉണ്ട്. കോട്ടുവ അതിമനോഹരമായിട്ട് തടഞ്ഞിരുന്നത്. അത് കോട്ടുവൊക്കെ അതൊക്കെ തടയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് അഭിപ്രായമില്ല ബ്രസീൽ വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ലാതെയാണ് കളിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, മൊറോക്കോക്ക് ശരിക്കും ഒരു ഈസി ടീമാണ് ഇത്തവണത്തെ ബ്രസീൽ എന്നാണ് സുഹൃത്ത് പറയുന്നത്. അതും എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ മൊറോക്കോ ജയിക്കുമായിരിക്കും ഇന്നത്തെ കളി, അല്ലെങ്കിൽ ബ്രസീലും ജയിക്കുമായിരിക്കും. കാരണം വേൾഡ് റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തും 7ാം സ്ഥാനത്തും എത്തി നിൽക്കുന്ന 2 ടീമുകൾ നമ്മൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈസി എന്ന് പറയേണ്ട ഒരു ടഫ് കോമ്പറ്റീഷൻ കാണാം. മൊറോക്കോ ജയിക്കുമായിരിക്കും, ജയിച്ചാൽ അത് ചെറിയ മാർജിനിലായിരിക്കും. ബ്രസീലും ജയിക്കുമായിരിക്കും, ജയിച്ചാൽ ചെറിയ മാർജിനിലായിരിക്കും. ഒപ്പത്തിനൊപ്പമുള്ള കട്ടക്കുള്ള 2 ടീം. ഇവിടെ ഇപ്പം ഈ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊന്നും ഞാൻ എടുക്കേണ്ട കാര്യമില്ല, ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ കാര്യമില്ല. 6ാം സ്ഥാനത്തും 7ാം സ്ഥാനത്തും വേൾഡ് റാങ്കിൽ നിൽക്കുന്ന 2 ടീമുകൾ തമ്മിലുള്ള ഒരു സൂപ്പർ മാച്ച്, അത്രയേ ഉള്ളൂ. അടുത്ത കമൻറ്റ് നമ്മുടെ മൊറോക്കോയുടെ കോച്ച് പറഞ്ഞ ആ വീഡിയോ ഉണ്ടല്ലോ, ആഞ്ചലോട്ടിയെ കുറിച്ച് പൂർണ്ണമായും ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ആ വീഡിയോ ഒക്കെ അലക്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ആഞ്ചലോട്ടി ഇതിന് ഇടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് അത് വളരെ രസകരമായിട്ടുള്ളൊരു കമൻ്റായിട്ട് തോന്നി. അതായത് ഇന്ന് മുഹമ്മദ് ഒഹാബി, അദ്ദേഹമാണ് നമ്മുടെ മൊറോക്കോയുടെ കോച്ച്. അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയേണ്ടായി, ആഞ്ചലോട്ടിയെക്കുറിച്ച് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ആഞ്ചലോട്ടിയുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം. അത് തമാശ രൂപത്തിൽ കൂടി പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ ഈ സുഹൃത്തിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉള്ളത് തന്നെ വന്നോളുന്നില്ല. ഇനി ഉള്ളത് തന്നെ വന്നാൽ തന്നെ ഏതൊക്കെയാണ്, ഏത് ക്വസ്റ്റ്യനൊക്കെയാണ് വരിക എന്ന് പറയാനും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഞ്ചലോട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കളി ഒരു സൂപ്പർ പോരാട്ടമായിരിക്കും എന്നാണ് അലക്സ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാനും കരുതുന്നത്. പലപ്പോഴും ഇപ്പോൾ ഈ കോച്ചുമാർക്കൊക്കെ എല്ലാവരുടെ കളിയൊക്കെ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ടൊക്കെ തന്നെയാണ് ടീമിനെ ഇറക്കുന്നത്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഡിവൈസുകളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അപ്പോൾ ടാക്ടിക്സ് എന്താണെന്നൊക്കെ എല്ലാവർക്കൊക്കെ അറിയാം. പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കളിക്കളത്തിൽ അപ്പോൾ എന്ത് തീരുമാനങ്ങൾ വരും, സ്മോൾ ഡീറ്റെയിൽസ് ആണ് കളി തീരുമാനിക്കുന്നത്. അപ്പോൾ റിസൾട്ടും അതിനനുസരിച്ചൊക്കെ വരും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായൊരു കമൻ്റായിട്ട് തോന്നി. ക്വസ്റ്റ്യൻ ബാങ്ക് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ഏത് ചോദ്യമാണ് വരിക എന്ന് പറയാൻ പറ്റൂല. അടുത്തൊരു കമൻറ്റ്, റാഫിക്ക ഉറക്കമൊന്നും ഇല്ലേ, നൈറ്റ് എന്തായാലും ഉറങ്ങാൻ കഴിയില്ലല്ലോ ആണ്. അത് ഫൈസാൻ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തിൻ്റെ കമൻ്റാണ്. ശരി,
ഉറക്കമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്, ഉറക്കം വളരെ കുറവായിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ വീക്കെൻഡുകളിലാണ് കളി ഉണ്ടാവുക. അപ്പോൾ വീക്കെൻഡുകളിൽ നമ്മളിങ്ങനെ ഉറക്കം കുറവായിരിക്കും, വീക്കെൻഡുകളിൽ മാത്രം. പക്ഷേ ഈ വേൾഡ് കപ്പ് സമയം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്. ഒരു 40 ദിവസം ഉറക്കമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഒരു ഷെഡ്യൂളും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം മുഴുവൻ, ഞാൻ മാത്രമല്ല, ഷാഹുലും അതുപോലെ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന നിഹാലും മറ്റു സുഹൃത്തുക്കളും നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും ഉറക്കം വളരെ കുറവാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓരോ സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. ഇപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉറക്കക്കുറവ് തുടങ്ങിയിട്ട്, സ്ഥിരമായിട്ട് ഉറക്കക്കുറവ് തുടങ്ങിയിട്ട്, വീക്കെൻഡുകളിൽ ഓക്കെ നോർമൽ, അത് എല്ലാ സമയത്തും ഇപ്പോൾ വീക്കെൻഡുകളിൽ ലീഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം കുറയും. പക്ഷെ അങ്ങനെയല്ല, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഉറക്കം കുറവായിട്ട് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞാൽ ഫെബ്രുവരി മുതൽ ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഫെബ്രുവരിയിൽ നമുക്ക് T20 വേൾഡ് കപ്പ് വരുന്നു. T20 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യയാണ് കിരീടം ചൂട്. നമുക്ക് റാഫ്റ്റോ ക്രിക്കറ്റ് ചാനലുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ചാനലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കളിയെല്ലാം തീരാൻ എന്തായാലും രാത്രി 11:30-12 മണിയാവും. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കുമ്പോഴേക്കും ഒരു 12:30-1 മണിയൊക്കെ അങ്ങനെ എല്ലാ ദിവസവും ഉറങ്ങുന്നത്. രാവിലെ ആകുമ്പോഴേക്കും ബാക്കി വർക്കിന് വേണ്ടി നമുക്കത് രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടി വരും. ഫെബ്രുവരി മുതലതാണ്. അപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ, T20 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നാലെ IPL തുടങ്ങി. IPL മാർച്ച്, ഏപ്രിൽ, മെയ് അവസാനം വരെ അത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഇതാ വേൾഡ് കപ്പ് ഫുട്ബോളും വന്നു. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇത് അത്ര ചെറിയ രൂപത്തിൽ ഇപ്പോൾ കാണുന്നവർക്ക് എന്താണ്, 2 വീഡിയോ എടുക്കുന്നു, ഭയങ്കര സുഖമാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഉറക്കം പോകുന്ന പരിപാടിയാണ്. നന്നായിട്ട് ഉറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ ഇംബാലൻസ് വരെ വരാം. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ തുടരുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം, വേൾഡ് കപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം വിശ്രമിക്കാൻ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. സോ ശരീരം ഒക്കെ ഒരു പ്രശ്നമാണ് ശരിക്കും. പിന്നെ അടുത്തൊരു കമൻറ്റ് നമ്മൾ ലെമിൻസ് കേറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. റാഫിക്ക ഇന്ന് വാച്ച് ലോങ് വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പല സുഹൃത്തുക്കൾ ഇന്നലെ നമ്മുടെ ലൈവിലടക്കം ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിന് നമ്മൾ പ്രധാന ടീമുകളുടെ മത്സരങ്ങളൊക്കെ വാച്ച് ലോങ് ചെയ്തിട്ടുണ്ട്. 4 കൊല്ലം മുമ്പത്തെ അവസ്ഥയാണ് 2022. ആ സമയത്ത് നമ്മൾ ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളൊക്കെ വാച്ച് ലോങ് ചെയ്തിരുന്ന ഒരു സമയമാണ്. പിന്നെ അത് നമ്മൾ പതിയെ നിർത്തി. അതായത് വാച്ച് ലോങ്ങിന് ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. ആ താല്പര്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം അന്നത്തേനേക്കാൾ കൂടുതൽ ഇപ്പോൾ എല്ലാവരും മൊബൈലിൽ കളി കാണുന്ന ഒരു സമയമായി. മറ്റേ TV കളി കാണുമ്പോൾ നമ്മളെ ഇതിൽ ഇങ്ങനെ ആളുകൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള രൂപത്തിൽ നമ്മളെ വീഡിയോ വെച്ച് അതിൽ ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ട് പോവാം. ഇപ്പോൾ അധികം പേരും മൊബൈലിലേക്ക് കളി കാണുന്നത് മാറ്റിയതോടുകൂടി വാച്ച് ലോങ്ങിനൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇത്തവണ വാച്ച് ലോങ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചിരുന്നു, സുഹൃത്ത് ഇത്തവണ വാച്ച് ലോങ് ഉണ്ടാവുമോ, ഞാനൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിരുന്നതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞത്, കാലം മാറിപ്പോയി, അപ്പോൾ കാലത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ 1.5-2 മണിക്കൂർ നമ്മൾ വായിട്ട് അലച്ചിട്ട് അതിൽ കാണാൻ ആളില്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് 3:30 അന്നത്തെ ബ്രസീലിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവ് വരുന്നുണ്ട്, 8:30 ലൈവ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യും. വേണമെങ്കിൽ കളി കഴിഞ്ഞിട്ട് നാളെ പകലെപ്പോഴെങ്കിലും വേണമെങ്കിൽ ലൈവ് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വാച്ച് ലോങ് എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്തൊരു കമൻറ്റ് സലീൽ ബാബു ആണ് ഇട്ടിട്ടുള്ളത്. വീഡിയോസിലെല്ലാം ബ്രസീൽ ആണല്ലോ, അപ്പോൾ മുമ്പിൽ ഈ വർഷം കപ്പ് കൂടി കിട്ടിയാൽ ഉഷാറായിരുന്നു എന്നുള്ള രീതിക്കാണ് കമൻ്റ് ഇട്ടുള്ളത്. അതിനൊരു റിപ്ലൈ ആയിട്ട് വേറൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഹീസ് എ ബ്രസീൽ ഫാൻ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ. വീഡിയോസ് എല്ലാം ബ്രസീലാണല്ലോ മുമ്പിൽ. നമുക്ക് ഈ ചാനലിൽ വീഡിയോ ഇന്നിപ്പം ബ്രസീലാണല്ലോ മുമ്പിൽ എന്നൊരു സുഹൃത്ത് പറഞ്ഞപ്പോൾ മറ്റാളുടെ മറുപടി, അത് ഞാനൊരു ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് ബ്രസീൽ വീഡിയോകൾ മാത്രം ചെയ്യുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 17-ാം തീയതി അല്ലേ എന്താവും, പോർച്ചുഗൽ ഫാനും ആവും, അർജന്റീന ഫാനും. ഈ ചാനൽ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക്, കൊല്ലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഇതിൽ നമ്മൾ ഫാനിസം കളിക്കാറില്ല. ഈ ചാനലിൽ നമ്മുടെ മറ്റേ ഫാൻ ഫൈറ്റിലൊക്കെ ചിലപ്പം ഫാനിസം ഉണ്ടാവും. ഫാനിസം എന്ന് പറഞ്ഞാൽ അത് റോൾ പ്ലേ ആണ്. ഫാനിസം ഇവിടെ ഉള്ളിലാണ്, അല്ലാതെ ഇത് നമുക്ക് പ്രൊഫഷണൽ വർക്കാണ്. അപ്പം അർജന്റീനയുടെ കളി ഉണ്ടാകുമ്പോൾ അന്ന് ദിവസവും മിക്കവാറും ഫോക്കസ് ചെയ്ത് കൂടുതൽ വീഡിയോ ചെയ്യുന്ന അർജന്റീന ആയിരിക്കും. അന്ന് പോർച്ചുഗലിൻ്റെ കൂടി കളി ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം അർജന്റീന പോർച്ചുഗൽ അർജന്റീന എങ്ങനെയായിരിക്കും. ഇന്നിപ്പോൾ എന്താണ്, ഖത്തറും മറ്റേ സ്വിറ്റ്സർലൻഡും കൂടിയുള്ള കളി ഇതേപോലെ 10-15 വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ സ്കോട്ട്ലൻഡ് ഹെയ്റ്റി കളി ഇതേപോലെ ചെയ്യാൻ പറ്റൂല. ഇന്ന് ഏതാ കളി? ഇന്ന് മാത്രമല്ല, ഈ വേൾഡ് കപ്പിൽ തന്നെ ഇതുവരെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കളിയാണ് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. അതുകൊണ്ട് ഇന്ന് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നാളെ
നാളെ ഇപ്പോൾ ബ്രസീലിൻ്റെ റിസൾട്ട് ഉണ്ടാവും, അത് അങ്ങനെ പോകും. പക്ഷെ നാളെ ജർമ്മനിയുടെ കളി, ജർമ്മനി നെതർലൻഡ്സിൻ്റെ കളിയുണ്ട്. അപ്പോൾ ആ നാളെ അതായിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. ബ്രസീലിൻ്റെ റിസൾട്ട് ഉണ്ടാവും, അതിൻ്റെ വിശകലനങ്ങളൊക്കെ ഉണ്ടാവും, ഒപ്പം അതും വരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്താണ് അന്നത്തെ പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇത് എന്താണ് ആളുകൾക്ക് അന്ന് വേണ്ടത്, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അന്ന് എന്താണ് വേണ്ടത് നമ്മൾ അത് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ആ രൂപത്തിൽ കൊണ്ടുപോകുന്ന ഒരു ചാനലാണ്. ചാനലിപ്പോൾ 7 കൊല്ലമായില്ലേ, ഇത് കാണുന്നവർക്കറിയാം. ഓരോ ദിവസം അപ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾ അർജന്റീന ഫാനാന്ന് പറയുന്നത് എത്ര കമൻറ്റ് ഉണ്ടാകും, നിങ്ങൾ ബ്രസീൽ ഫാനാന്ന് പറയുന്ന വേറെ കമൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. അപ്പം നിങ്ങൾ ബാഴ്സ ഫാനാന്ന് പറയും. ചിലപ്പോൾ ചില വീഡിയോകൾ ഇയാൾ റയൽ മാഡ്രിഡ് ഫാനാന്ന് പറയും. ഓരോ ദിവസം അങ്ങനെയാണ്. അത് ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറുന്നുള്ള കമൻറ്റും ഉണ്ടാകാറുണ്ട്. നമുക്കിത് അന്നെന്താണ് അതാണ് നമ്മൾ അന്നത്തെ വീഡിയോകൾ, അതത്രേ ഉള്ളൂ. ആ അർത്ഥത്തിൽ നിങ്ങൾ കണ്ടാൽ നല്ലത്. പിന്നെ അടുത്തൊരു കമൻറ്റ് USA മാച്ച് റിസൾട്ടിന് താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. നിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന്. USA ഇപ്പോൾ തന്നെ വേൾഡ് കപ്പ് നോക്കൗട്ട് ഗെയിം ഉറപ്പിച്ചു. ഇനി റൗണ്ട് ഓഫ് 32 ആണ് നെക്സ്റ്റ് ഗെയിം. ഈ മാച്ചിൽ 6 യെല്ലോ കാർഡ് വന്നിട്ടും ഒരു തൃപ്തി കിട്ടിയില്ല. ഒരു റെഡ് കാർഡെങ്കിലും വേണ്ടേ? ഞാൻ ഈ വേൾഡ് കപ്പിൽ ആഗ്രഹിക്കുന്നത് റെക്കോർഡ് 30 റെഡ് കാർഡ് എങ്കിലും വേണമെന്നാണ്. റെഡ് കാർഡ് റെക്കോർഡിൽ ടോപ്പ് ആവുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെങ്കിലും നടക്കേണ്ടേ? ഇന്ത്യ കപ്പ് നേടില്ലല്ലോ എന്നാണ്. ഇത് അവസാനത്തെ കമൻറ്റ് തോന്നുന്നു അല്ലേ? ഒരു കമൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ രസകരമായൊരു കമൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. USA നോക്കൗട്ട് സ്റ്റേജ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഉറപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്വഭാവം വെച്ച് USA എന്തായാലും നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തേണ്ട സാധ്യതയുണ്ട്. അതുപോലെ നല്ല മാർജിനിൽ ജയിച്ചതുകൊണ്ട് ഗോൾ ഡിഫറൻസിലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഓൾമോസ്റ്റ് നോക്കൗട്ട് സ്റ്റേജ് ഉറപ്പിച്ചു. പക്ഷേ ഇതിൽ രസകരമായ സംഭവം എന്താ പറയുക, ഇനി റൗണ്ട് ഓഫ് 32 ആണ് നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാച്ചിൽ ഒരു 6 യെല്ലോ കാർഡ് വന്നിട്ട് ഒരു തൃപ്തിയും കിട്ടി. എന്നിട്ട് ഒരു റെഡ് കാർഡെങ്കിലും വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നലെ 3 റെഡ് കാർഡ് ഫസ്റ്റ് മാച്ചിൽ തന്നെ ആ ബ്രസീലിയൻ റഫറി സാമ്പായി എടുത്ത് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലത് കണ്ടില്ല എന്നുള്ളൊരു സങ്കടമാണ്. ഞാൻ വേൾഡ് കപ്പിൽ ആഗ്രഹിക്കുന്ന 30 റെഡ് കാർഡ് കിട്ടിയിട്ട് റെഡ് കാർഡിൽ ഈ വേൾഡ് കപ്പ് റെക്കോർഡ് ഇടുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വേൾഡ് കപ്പ് നേടില്ലല്ലോ എന്നതാണ്. പല സുഹൃത്തുക്കളും അങ്ങനെയുണ്ട്, ഇന്ത്യക്ക് എന്തായാലും കളിക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ റെഡ് കാർഡ് കിട്ടിയാൽ പുറത്തായാലും എന്തെന്നുള്ളതാണ് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെങ്കിൽ ഇന്ത്യ കപ്പ് എടുക്കുക എന്നുള്ള നമ്മുടെ വലിയ ആഗ്രഹമാണ്. അത് നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കട്ടെ, റെഡ് കാർഡ് വീശട്ടെ എന്നാണ്. അത് ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നില്ലേ, സൗത്ത് ആഫ്രിക്ക ജയിച്ചത് 2-1 ജയിച്ചതെന്ന് പറഞ്ഞിട്ട്. സൗത്ത് ആഫ്രിക്കയ്ക്ക് 2 റെഡ് കാർഡും മറ്റേ മെക്സിക്കോ ഒരു റെഡ്. അപ്പോൾ ജയിച്ചത് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള രസകരമായിട്ട് കളിയെ വീക്ഷിക്കുന്നവരുണ്ട്. 10-30 റെഡ് കാർഡൊക്കെ. എന്തായാലും അത് വളരെ രസകരമായിട്ട് തോന്നി. അടുത്ത കമൻറ്റ്, അവസാന കമൻറ്റ് അദ്നാൻ അജ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. താങ്ക് യു റാഫിക്ക, കാലങ്ങളായി കാത്തിരിക്കുന്ന സീരീസ് ആയിരുന്നു. നൗ താങ്ക്സ്. ഓക്കെ, അത് നമ്മുടെ ബാക്കിയും കൂടെ ഉണ്ട്. പണ്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫുട്ബോൾ കുറേ കാലത്ത് നിർത്തിവെച്ചതിന് ശേഷം PSG ഒരു ഫ്രണ്ട്ലി മാച്ച് വന്നിരുന്നു. അതിൽ PSG 9 ഗോളിന് ജയിക്കുകയും ചെയ്തു. ആ കളിക്ക് ഞാനൊരു കമൻറ്റ് ഇട്ടത് റാഫിക്ക ഈ സീരീസിലൂടെ റിയാക്ട് ചെയ്യുന്നത് ഓർക്കുന്നു. ഇനി ഇത് തുടരണം ടോ എന്നാണ് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്നാൻ അജ്സൽ എന്ന് പറഞ്ഞത് അല്ലേ സുഹൃത്ത് നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു എന്ന് തോന്നുന്നു. അതായത് നമ്മൾ 2019 ചാനൽ തുടങ്ങിയെങ്കിൽ നമ്മൾ ലോക്ക്ഡൗൺ ആയൊരു സമയമുണ്ട്. ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ കമൻറ്റ് ഓഫ് ദി ഡേയുടെ ഒരു പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കമൻറ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസ് ആളുകൾ വലിയ രൂപത്തിൽ ഫോളോ ചെയ്യുകയും അതിന് കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന റാഫ്റ്റോക്കിൻ്റെ വളർച്ചയിലൊരു പ്രധാനപ്പെട്ട സമയമായിരുന്നു അത്. അന്ന് നമുക്ക് കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് കമൻറ്റുകൾ പിക്ക് ചെയ്ത് അത് ചെയ്യാന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചാനൽ നമ്മൾ കരുതുന്നതിലപ്പുറത്തേക്ക് വളർന്നപ്പോൾ കമൻറ്റുകളുടെ ഒരു പ്രളയമായപ്പോൾ അതിന്ന് കമൻറ്റുകൾ പിക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമില്ലാതായപ്പോഴാണ് നമ്മൾ പതുക്കെ സീരീസ് നിർത്തിയത്. പക്ഷേ പലപ്പോഴായിട്ട് ആളുകൾ കമൻറ്റ് ഓഫ് ദി ഡേ തിരികെ കൊണ്ടുവരണം എന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ആ കമൻറ്റുകളിൽ നിന്ന് പോയി പുതുതായിട്ട് വരുന്ന സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു സീരീസ് ഇതിൽ ഉണ്ടായിരുന്നെന്നും ആ സീരീസ് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരികെ കൊണ്ടുവരാനുള്ള കാരണം വേൾഡ് കപ്പ് സമയമാണ്, നിങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒന്ന് കൂട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ഒരു പഴയ സുഹൃത്ത്, മുമ്പ് കമൻറ്റ് ഓഫ് ദി ഡേയിലൊക്കെ കമൻറ്റ് ഇട്ട സുഹൃത്ത് അത് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇനി ഇത് തുടരണം കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് എത്രത്തോളം സാധ്യമാവുമെന്ന് അറിയില്ല. വേൾഡ് കപ്പ് സമയത്ത് ഈ 10-40 ദിവസവും നമ്മളിത് തുടരണം എന്നാണ് കരുതുന്നത്, മറ്റു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ. അതിനിപ്പോൾ നിങ്ങൾ റാഫ്റ്റോക്സിലോ നമ്മുടെ മെയിൻ ചാനലിൽ അല്ലെങ്കിൽ റാഫ്റ്റോക്ക് പോഡ്കാസ്റ്റിൽ ഈ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ ഇടുന്ന കമൻറ്റുകളിൽ നിന്ന് ഏതാനും കുറച്ച് ഒരു 6-7 ഇന്നിപ്പോൾ 7 കമൻറ്റാന്ന് തോന്നുന്നു, അങ്ങനെ എന്ന് പറഞ്ഞാൽ ബിലോ 10 ഒരു 10 കമൻറ്റുകളിൽ താഴെ നമുക്കിങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാമെന്ന് വരുന്നു. ഏതായാലും അദ്ദേഹത്തിന് നന്ദി.
അദ്ദേഹം ഈ പഴയതൊക്കെ ഓർത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ റാഫ് ടോക്കിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു അത്. സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും നന്ദി. നമുക്ക് കഴിയാവുന്ന അത്ര ഇങ്ങനെ ഇൻട്രാക്ഷൻ വർദ്ധിപ്പിച്ച് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നാളെ വീണ്ടും നല്ല നല്ല കമൻറ്റുകൾ ഇടുക. നാളത്തെ കമൻറ്റുകളിൽ ആരുടെയൊക്കെ കമൻറ്റ് എടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല, നാളത്തെ അനുസരിച്ച് ഇരിക്കും അത്. അപ്പോൾ കമൻറ്റുകൾ ഇടുക, നമുക്ക് ഇൻട്രാക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആണ്. സുഹൃത്തുക്കൾക്ക് അതിൽ നിങ്ങളുടേതായിട്ടുള്ള ഈ കളിയെക്കുറിച്ചുള്ള വിശകലനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നാളെ കാണാം.